യൂട്യൂബ് ചാനൽ. യൂട്യൂബ് ചാനലാണെങ്കിലും ഷാരിഖിന്റെ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ എല്ലാവരും നമ്മളോട് പല പല ടൈപ്പ് വീഡിയോസ് റിക്വസ്റ്റ് ചെയ്തു. ഫോൺ വീണതാണ് ആരും പേടിക്കണം. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു സ്ഥലം വരെ പോവാണ്. എവിടെ ഒന്ന് പറയണോ? ഇല്ല, ഞങ്ങൾ വഴി പോകുമ്പോ ഒരു സാധനം കഴിക്കാൻ അറിയാം. ആ സാധനം കഴിക്കുമ്പോ ഒരുവിധ ആൾക്കാർക്കൊക്കെ മനസ്സിലാവും. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ഥലത്ത് എന്തായാലും പറയല്ലോ ഇതാണ് സ്ഥലം. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പജേറോയിലാണ്. ഫുൾ മോഡലാണ്. പക്ഷേ അതിന്റെ വിഷമത്തിലാണ് ഇപ്പൊ. ഈ സാധനം ഒന്ന് ഓണായതായിരുന്നു, പിന്നെ ഓഫായി. പെട്ടെന്ന് ഓഫായി തല തിരിച്ചു പോകുന്നത്. അല്ലാതെ ഞാൻ എങ്ങനെ ബാക്ക് ക്യാമറ കാണിക്കണം? എന്ത് സെറ്റപ്പ് ഉണ്ട്? ഡബിൾ ടാപ്പ് ചെയ്ത ബാക്ക് ക്യാമറ ആവും, അറിയില്ല. ആ റെക്കോർഡിങ്ങില് ചിലപ്പോൾ റെക്കോർഡിങ് കട്ടാവും. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. എനിക്ക് ഭയങ്കര സുന്ദരനായിട്ടാണ് ഇറങ്ങിയിരിക്കണത്. ആണോ? നല്ല ഗ്ലാമറുണ്ട്. ഒരു താറൊന്ന് നമ്മൾ ഇടിച്ചേന്. ആൾക്കാർ പറയും അവരെ തെറ്റാണ്. ശരിക്കും നമ്മളും ക്യാമറയിൽ നോക്കിക്കൊണ്ട്. സോറി. കട ബ്ലൂ കൂളിംഗ് ഗ്ലാസ് എല്ലാവരും ശ്രദ്ധിക്കോ. ബ്ലൂ ഒക്കെ കൂളിംഗ് എഫക്ട് ഉണ്ടാവും. എന്തിനാണോ മനാലി പോകേണ്ടതാ. മനാലി നടന്നില്ല. നിക്കായന്റെ ക്ഷീണമൊക്കെ മാറി മാറി വരുന്നേയുള്ളൂ. അപ്പൊ ഞങ്ങളിങ്ങനെ കുഞ്ഞു കുഞ്ഞിതായിട്ട് ഊട്ടിയും വയനാടൊക്കെ പിടിച്ചോണ്ടിരിക്കും. ഊട്ടിയാണോ വയനാടാണോ എന്ന് എനിക്ക് അറിയില്ലല്ലോ. ഈ രണ്ട് ഓപ്ഷനിൽ ഏതോ ഒന്നാണ്. ഓക്കെ ബൈ. ദുരന്തം. അങ്ങനെ ഞങ്ങൾ ഓടിച്ചോടിച്ചോടിച്ച് താമരശ്ശേരി കഴിഞ്ഞു. അയ്യോ സോറി. താമരശ്ശേരി വഴി ഊട്ടിക്കും വയനാടും പോവാ. കൂർഗും പോവാ. അപ്പോ ഞങ്ങൾ എന്തായാലും ചുരം കയറിയിട്ടില്ല. അപ്പൊ ചുരം കയറുന്നതിന് മുമ്പ് മോർസോട കൂടിയാണ് എന്റെ ഫേവറേറ്റ്. താൻ കുടിക്കാൻ പോണായിരുന്നോ? സോറി, ഫുഡ് ഉണ്ടെങ്കിൽ ആക്രാന്ത. മോരെൻ്റെ മോസ്റ്റ് ഫേവറേറ്റ്. ഈ സാധനങ്ങളൊക്കെ എൻ്റെ ഫേവറേറ്റാണ്. അതുകൊണ്ട് ഞങ്ങളെല്ലാം പെറുക്കി എടുക്കും, വണ്ടിയിലിടും. അതെ, ഞങ്ങളുടെ മൈലേജുള്ള വണ്ടിയാണ്. ഒടുക്കത്തെ മൈലേജ്. അവിടെ നിന്ന് അടിച്ച് മൊത്തം തീർക്കും. ചിരിച്ചോണ്ടിരിക്കണ വണ്ടിയില്ലേ കാണാൻ. കാണുമായിരുന്നു. ഇവരെന്തിനാ ഇത്ര അധികം സോഡ വരുന്നത്? രാവിലെ അത്രയും കഴിച്ചിട്ട് എനിക്ക് ഇപ്പോഴും ഗ്യാപ്പുണ്ടോ? രാവിലെ എന്തോരാ തട്ടിവിട്ട് ബീഫ്, ചിക്കൻ, മട്ടൻ, നീർദോശ, പൊറോട്ട, ചായ, അത് കഴിഞ്ഞിട്ട് ഒരു ഫ്രൂട്ട് സാലഡ്. ഞങ്ങൾ സോഡയൊക്കെ കഴിച്ചു. എന്നെ ഡ്രൈവ് ചെയ്യാൻ സമ്മതിക്കണില്ല, അല്ലെങ്കിൽ ഞാൻ ഡ്രൈവ് ചെയ്തതാണ്. ഞങ്ങൾ ഡ്രൈവ് ചെയ്യാൻ ഞങ്ങൾ കുറെ നെല്ലിക്ക മേടിച്ചു. ഇക്കാക്ക് വേണ്ടെന്നാ പറഞ്ഞത്. എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോ വേണ്ട, എല്ലാരോടും പറയും ഞാനാണ് കൊച്ചി. ഞാൻ മേടിക്കുന്ന സാധനം മൊത്തം നിന്ന് നിൽക്കുകയാണ് എപ്പോഴും. ഞാനൊരു തെറ്റുകാരനാണ് പറഞ്ഞത്. ഞങ്ങള് ബാക്കി ഡ്രൈവ് എൻജോയ് ചെയ്തു. അതാ അടുത്തതായി അമീറ അവതരിപ്പിക്കുന്നു പുതിയ ഭക്ഷണം, കാടമുട്ട. അത് കഴിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഭയങ്കര ഫേമസ് ആണ്. ഞങ്ങളെപ്പോഴും വയനാട് ചുരം കിടക്കുമ്പോൾ കഴിക്കാറ്. ഞങ്ങൾ പ്രാവശ്യം ഫാമിലി ട്രിപ്പ് പോയത്. വലിയ ട്രിപ്പ്, 7-6 വണ്ടി. അന്ന് ഞങ്ങളവിടെ നിർത്തി കഴിച്ചിട്ടാണ്. ഞാൻ ഓൾറെഡി കഴിച്ചിട്ടുണ്ട്. നല്ല റിയാക്ഷൻ കഴിച്ചിട്ടുണ്ട്. ഇവിടെ നല്ല പല ഗേൾ ഫ്രണ്ട്സിനായിട്ടും വയനാട് ചുരം കയറി ഇറങ്ങി. അത് കാണിക്കാൻ പറ്റില്ല, സെൻസറാണ്. എനിക്കതാ
പഴയ ടേസ്റ്റ് ഇല്ല. ചിലപ്പോ വയറുണ്ടായിരിക്കും. ശരിയാ, കൊറേ കഴിച്ചിട്ടുണ്ടല്ലേ. അതെ. നശിപ്പിക്കല്ലതും. വാട്ട് എ ബ്യൂട്ടി. അതല്ലേ പറയാൻ ഉദ്ദേശിച്ചത്. ഉണ്ട് അത്യാവശ്യം. ഹൈ എടാ, ഞങ്ങളെത്തി. ചിക്കൻ ചെയ്യാൻ പോവാ. ബാക്കി ചിക്കൻ ചെയ്തിട്ട് കാണിക്കാം. ബാക്കിൽ ഇൻഫിനിറ്റി പൂളുണ്ട്. നേരെ പൂളിൽ പോയി ചാടുന്നുണ്ട്. ലൈറ്റ് ഓറോ. പൂള് ഭയങ്കര. ഓ, ഇത് പൂളല്ല. ആ, താങ്ക് യു. എന്താണ്? ആക്ച്വലി ഞാൻ കുടിച്ചോണ്ടിരുന്നത് തീർന്നുപോയി. എടുക്കാൻ വേണ്ടിട്ട് ഞാൻ സ്റ്റൈലിൽ കുടിച്ച് കാണിച്ചത്. ഇതിനാണ് സ്റ്റൈൽ എന്ന് പറയണത് അല്ലേ? സാറ മോഡൽസ് ഒക്കെ നിൽക്കുന്നത്. ഓ, നമുക്ക് ഒരു ഹണിമൂൺ മൂടുണ്ടല്ലോ ഇവിടെ. ഞാൻ കുളിക്കും. കുളിക്കാനുള്ള സാധനം കിട്ടിയില്ലേ? ഇതാണ് ഫണ്ണായത്. ഹണിമൂൺ മൂടായി. ശരിക്കും ആഗ്രഹം ഇത്രയും വൃത്തിയാക്കി വെച്ചേക്കണ സ്ഥലം നശിപ്പിക്കണമെന്ന്. കുരുവികളെയൊക്കെ ഞാൻ നശിപ്പിക്കാൻ പോണേ. അങ്ങനെ വേണം. കുരുവികളുടെ ശാപമായിരിക്കും. അയ്യോ, തട്ടിട്ടിട്ടില്ല. കിഡ്സ് ഗ്രിൽ ചീസ് സാൻഡ്വിച്ച്. All time favorites. What are the special items? The most moving ones. The most moving ones is dahi ke kebab. What kebab? Dahi ke kebab. Dahi ke kebab. It's of curd. It's of curd. Yes. No non-vegetarian stuffs. No protein. Nothing. It's a vegetarian man. And you won't believe it's really good. Yeah, we'll try that. Yeah. Dahi ke kebab. Wow, So interesting. you are from? I'm basically from Malappuram. Is from Ernakulam. Okay. നമ്മളിവിടെയുള്ള സ്പെഷ്യൽ എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മള് ഇവിടെയുള്ള എല്ലാ സ്പെഷ്യലും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവര് പച്ചക്കറി ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കലമാരി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. കലമാരി കിട്ടുമെന്ന് അറിയില്ല. കലമാരി ഒക്കെ കൂന്തളാണ് സംഭവം. കൂന്തൽ ഓർഡർ ചെയ്യുന്നുണ്ട്. ഫിഷിന്റെ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ ഫിഷ് ഇവിടെ ഫ്രഷ് ഈ പറഞ്ഞ പോലെ ഇവരൊരു കോസ്റ്റൽ ഏരിയ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ഫ്രോസൺ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ എന്താ പിടിച്ചത്, എന്താ ബംഗാളി ചിക്കൻ കറിയോ, ഭയങ്കര സ്പൈസി ആണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഓക്കെ പറഞ്ഞത്. അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ ഓർഡർ ചെയ്തത്? റൈസും. അത് കൂടാണ്ട് കലമാരി ഉണ്ടെങ്കിൽ കലമാരി ഫ്രൈ. ഇതിപ്പോ അവര് കൊണ്ടുവന്ന് വെച്ചത് സംഭവം ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിലും കൊണ്ടുവച്ച സ്റ്റൈല് കാരണം നമ്മൾ കഴിച്ചു. പിന്നെ നമ്മൾ എന്തൊരു ലെമൺ പീഞ്ഞ് കഴിക്കണ ഒരു സ്വഭാവം തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ കുറച്ച് കാലമായിട്ട് അല്ലേ. നല്ല ടേസ്റ്റാ. നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ മേടിക്കുമ്പോ എക്സ്ട്രാ ലെമൺ ചോദിക്കുന്നത് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ
ഞാൻ കുറച്ച് തടി കൂടിയിട്ടുണ്ട്. പിന്നെ കല്യാണം പ്രമാണിച്ച് എല്ലാവരും തടി കൂടുമല്ലോ, സ്വാഭാവികം അല്ലേ? പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് ഇവിടെ ഒന്നും പറയണ്ട. തടി കൂടുന്നത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണോ? അല്ല, തടി കൂടിയിട്ട് ഇവരൊക്കെ കമന്റ് ചെയ്യുന്നതല്ലേ പൊളിറ്റിക്കലി ഇൻകറക്റ്റ്. പക്ഷെ നിങ്ങൾ കമന്റ് ചെയ്ത കുഴപ്പമൊന്നുമില്ല. എനിക്ക് നല്ല ബോധം ഞാൻ തടി കൂടി. പിന്നെ നോമ്പൊക്കെ അല്ലേ വരാൻ പോണേ, തടി കുറഞ്ഞോളെന്ന് വിചാരിക്കുന്നു. നോമ്പ് പിടിച്ചാൽ സാധാരണ തടി കുറയാറുണ്ട്. അപ്പൊ ആ ഒരു പ്രതീക്ഷയിലാണ് ഇരിക്കണേ. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ജീവിതത്തിൽ ഫുഡ് കഴിക്കാൻ പോണേ? അതെ, ഞങ്ങളിപ്പോ ഫുഡ് വരാൻ വെയിറ്റ് ചെയ്യണം. ഫുഡ് വന്നിട്ട് ബാക്കി കാണിച്ചു തരാം. യെസ്, ഓക്കെ, ബൈ പറയാം. ബൈ. വയനാട് തണുപ്പുണ്ടോ? നോർമൽ ടെമ്പറേച്ചർ ആണ്, ചൂടില്ല എന്തായാലും. തണുപ്പില്ല. എസിന്റെ ഒരു നെസസിറ്റി ഇല്ലാന്ന് തോന്നുന്നു. പക്ഷെ തണുപ്പ് എന്ന് പറയാനൊന്നുമില്ല. ഇല്ല, ഈ സമയം കൊണ്ടായിരിക്കും. ഡിസംബർ ജനുവരി ടൈമിലാണ് ഏറ്റവും കൂടുതൽ തണുപ്പെന്ന് കേട്ടത് ഞാൻ വയനാട്. പക്ഷെ അതൊന്നും ഇല്ല. പക്ഷെ ഒരു ഹുഡിന്റെ ആവശ്യമൊന്നുമില്ല. നോർമൽ തണുപ്പൊന്നും ഇല്ല. ഓക്കെയാണ്, കംപ്ലീറ്റ്ലി ഓക്കെയാണ്. പക്ഷെ നല്ല നല്ല റിസോർട്ടാണ്. നല്ല അടിപൊളി ലൈറ്റിങ്ങും സ്റ്റൈലിങ്. ഒരു 5 സ്റ്റാർ ലക്ഷറി ഫീല് നമുക്ക് തന്നെ തോന്നും. നമ്മൾ തന്നെ ഭയങ്കര റിച്ച് ആണ് എന്നുള്ള ഫീല് നമ്മുടെ ഉള്ളില്. അങ്ങനെ കുറെ നേരങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഫുഡ് വന്നിട്ടുണ്ട്. ഫുഡ് എവിടെ? കുഴപ്പമില്ല, നല്ല ഫുഡിന് വേണ്ടി കുറച്ചു നേരം സമയം എടുക്കേണ്ടി വരും. കിളമാരി നല്ല ക്രിസ്പി കിളമാരിയാണ്. താങ്ക് യു. എനിക്കൊക്കെ ഇഷ്ടമാവും സംശയമുണ്ടോ? സ്വീറ്റ് ആൻഡ് ഷുഗർ മൂടാണ്. ബംഗാളി ചിക്കൻ കറി. സ്മെൽസ് ഗുഡ്. ഷാരിഖിന്റെ വായിൽ വെള്ളം മൂറുന്നത് കാണുന്നുണ്ടോ ഗൈസ്? ഓക്കേ, താങ്ക് യു. കൊതിയൻ. നിങ്ങൾക്ക് ആർക്കും അറിയില്ല അങ്ങനെ ഒരു മുഖം. ആരെ പറയണ? ഒട്ട കൊതിയില്ലാത്തൊരു കുട്ടി വായിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും. വീട്ടിലെ ചിക്കൻ കറി പോലെ ഉണ്ടല്ലേ? സ്മെല്ലടിച്ചിട്ട് എനിക്ക് അങ്ങനെ തോന്നി. വീട്ടിലെ ചിക്കൻ മുളകിട്ട പോലെ. കലമാരി ഇഷ്ടപ്പെട്ടോ? കലമാരി ഇഷ്ടമായോ? കലമാരിയിൽ കുറച്ച് സ്വീറ്റ് എലിമെന്റ്സും ഉണ്ട്. മൈദ മുക്കി പൊരിച്ച ഒരു ടേസ്റ്റ്. പൊതുവെ ഇക്കോന് സ്വീറ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഒന്നും ഇഷ്ടമല്ല. അധികം ഞങ്ങൾ ഇപ്പം എണീറ്റുള്ളൂ. ഒരു 9:30 കാണും. വേഗം ബ്രഷ് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വന്നത്. മോസ്റ്റ്ലി ബുഫേ എടുക്കാനാണ് ചാൻസ്. എന്തായാലും പോയി നോക്കാം. നടന്ന് കാണിക്കാം. ഇത് ഫൊക്കാച്ചിയോ ബ്രെഡ്. ഇത് ഞാൻ ശരിക്കും കുക്ക് ചെയ്യാറുണ്ട് ഓറിൽ. നല്ല ഡോണറ്റ്സ് ഉണ്ട്, ബ്രെഡ് ബട്ടർ പീനട്ട്, 2 ചട്നീസ്, ഇഡ്ഡലി, വട, സാമ്പാർ, ചന മസാല, ഭട്ടൂര, ആലു പരട്ട, കടലക്കറി, പിന്നെ ഉത്തപ്പുണ്ട്, ഓട്സ്, ബേക്ക്ഡ് ബീൻസ്, വെജ് പാറ്റീസും പൊട്ടാറ്റോ വെച്ചസും ചിക്കൻ നഗറ്റ്സും ചിക്കൻ സോസേജും ചിക്കൻ മപ്പാസും അപ്പുറം ബോയിലേക്ക്. നല്ല രസമുണ്ട് വെച്ചത്. കെച്ചപ്പിനും ഹണി കുക്ക്, നല്ല ക്യൂട്ട് ബോട്ടിൽസ്. ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ഉണ്ട്, സ്പ്രൗട്ട്സ് ഉണ്ട്, ഒലീവ്സ് ഉണ്ട്. ഇങ്ങനെ കുറച്ച് ഷോർട്ട്സ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഡീടോക്സ് വാട്ടർ ഉണ്ട്. ഇതെന്തൊക്കെയാണ്? ഡീടോക്സ് വാട്ടറാ. ഒന്ന് ബ്ലാക്ക് കറണ്ട്, ഒന്ന് ക്യൂക്കമ്പർ അടിച്ചതാണ്. ആൽമണ്ട് മാംഗോ മിൽക്ക് ഷേക്കും വാട്ടർമെലൺ ജ്യൂസും. പിന്നെ കട്ട് ഫ്രൂട്ട്സും ഉണ്ട്, ആപ്പിൾസ്, ഹോളും. അപ്പം ഞങ്ങൾ തുടങ്ങട്ടെ പര്യടനം.
ഞങ്ങളുടെ ഫസ്റ്റ് റൗണ്ട് ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങി. ഞാൻ ഇഡ്ഡലി, ചമ്മന്തി, ദോശ, ചിക്കൻ സോസേജ്, പൊട്ടാറ്റോ എന്തായിരുന്നു, പൊട്ടാറ്റോ വെജസ്, പിന്നെ ചിക്കൻ മപ്പാസ്, കട്ട്ലേറ്റ്. കട്ട്ലറ്റ് അല്ല, ചിക്കൻ നഗറ്റാ. ഇത് കട്ട്ലേറ്റ് ആണ് ഓർഡർ ചെയ്തിട്ടാണ്. നഗറ്റാ. ഞാനും ഒരു ബട്ടൂര, കുറച്ച് വെള്ളക്കളര, നഗറ്റും സോസേജും. പക്ഷെ ഇത് ഫസ്റ്റ് റൗണ്ടാണ്, ഇനി റൗണ്ട്സ് ഉണ്ട്. സ്വന്തം വ്ലോഗ് കണ്ട് ആസ്വദിക്കുന്ന വ്യക്തി. അയ്യോ പോയി, ഞാൻ മാറ്റി. നോക്കാം. ബബിൾ തൊട്ടിട്ടേക്കത്. ബ്ലഡി മലയാളി. പോയേക്കാ, എവിടെ പോവാ? പാചകം. യെസ്, എനിക്ക് ആദ്യം പറഞ്ഞു വേണ്ട വേണ്ട വേണ്ട, പിന്നെ ഞാൻ പറഞ്ഞു ഭയങ്കര സ്ട്രെസ് റിലീഫ് ആയിരിക്കും. എന്തായാലും ചെയ്യാ. അതാണ് ഇവിടെ ഒരു സ്പാ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അവിടെ നമ്മൾ അങ്ങോട്ട് പോവാം. ചെയ്യാൻ നോക്കും. യെസ്, Are you excited? ഇവിടെ എവിടെയാണല്ലോ മൂഞ്ചി. 4:30 സ്ലോട്ട്. ലഞ്ചിന്റെ മെനു നോക്കിക്കൊണ്ടിരിക്കണ ഒരാള്. വയറിന് വലിയ സുഖമല്ല, എന്നാലും ബിരിയാണിയിലോട്ടാണ് കണ്ണൊക്കെ പോകുന്നത്. ഇന്ന് എന്തായാലും ചോറും മീൻകറിയും കഴിക്കണം. നല്ല ചോറ്, നല്ല മീൻകറി, നല്ല മീൻ പൊരിച്ചത്, പ്രോൺസ് ഫ്രൈയും കൂടി പറഞ്ഞല്ലോ. പറയാം. അതെ, ഇന്നലത്തെ പോലെ അവർ കുറച്ച് സാലഡൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നല്ല സെറ്റിങ്സാണ്, നല്ല ആംബിയൻസാണ് മൊത്തത്തിൽ. പുറത്ത് പൂള്, നല്ല ഡെക്കോറൊക്കെ, കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ആരുടെയോ ബർത്ത്ഡേ പാർട്ടിയൊക്കെ ഉണ്ട് അവിടെ, ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ വിളിച്ചിട്ട്. പിന്നെ മെനു നോക്കിക്കൊണ്ടിരിക്കുന്ന സെൽഫ് കെയർ ഡീടോക്സ് ടീ ഒക്കെ ഉണ്ടല്ലോ. ഞങ്ങളൊരു സിനിമയായിരുന്നു കാണണമായിരുന്നു, അവിടെ വലിയ TV ഉണ്ട്. അപ്പം അതിനകത്ത് ഞങ്ങൾ പണ്ട് കണ്ടിട്ടുള്ള ഒരു പാട്ടാണ്. എൻ്റെ പാട്ടും സാഗരങ്ങൾ, സപ്തസാഗരങ്ങൾ നഗരരുത്, സൈഡ് ബി, യെല്ലോ സൈഡ് ഒക്കെ അതിൻ്റെ പാട്ടുമാണ് ഞങ്ങൾ പണ്ട് കണ്ടിട്ടായിരുന്നു. പാർട്ട് ബി ഞങ്ങൾ തിയേറ്ററിൽ പോയി കാണാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ അത് ഇറങ്ങിയ ടൈമിലാണെന്ന് തോന്നുന്നു നമ്മുടെ കാഹിന്റെ ഇതൊക്കെ പ്രമാണിച്ച് ഞാൻ വീട്ടില് എൻഗേജ്മെന്റിന് പോയത്. അങ്ങനെ എന്തോ ആണ്, ഞാൻ വീട്ടിൽ പോയി തിയേറ്ററിൽ നിന്ന് പോയും ചെയ്തു. തിരിച്ചു വന്നപ്പോ അവർ കാണാൻ പറ്റില്ല. ഞങ്ങളുടെ ഫുഡ് ഫൈനലി വന്നു. നല്ല മണമുണ്ട്. അയ്യോ പോയോ, തരായിരുന്നു. താങ്ക് യു. ഓക്കെ ബൈ. വി ആർ ബാക്ക്. 4:30 മണിയായി. അങ്ങനെ ഞങ്ങൾ ഇത് ചെയ്യാൻ പോണേ. നല്ല എണ്ണം വേണം. അയ്യോ കോപ്പിറൈറ്റ് അടിക്കും ഈ മ്യൂസിക്.
ഇതാണ് നമ്മൾ മസാജ് ചെയ്ത റൂം. മസാജൊക്കെ കഴിഞ്ഞു. ഓ സോറി, സ്പാ ചെയ്ത റൂം ഒക്കെ കഴിഞ്ഞ് കുളിച്ചിരിക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കരമായിട്ട് റിലാക്സ് ആയി. സൗണ്ട് വരെ മാറി. ഉറങ്ങാൻ തോന്നുന്നു. ഞാനും ഇടയ്ക്ക് എപ്പോഴൊക്കെയോ ഉറങ്ങിപ്പോയി. നല്ലൊരു അരോമയും നല്ലൊരു ഓയിലൊക്കെ. ഈ ഓയിൽ എനിക്ക് തോന്നുന്നു 475 റുപ്പീസ് എന്നുണ്ട് ഇത് കാണിച്ചേക്കുന്നത്. കാഫ നല്ല സുഖായി. ഇനി പോയി കിടന്ന് ഉറങ്ങിയാന്നുള്ള ഫീലാണ്. ഓക്കെ ബൈ. ഞങ്ങളുടെ ടൈം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാം. പാത്രമൊക്കെ കാലിയായി. പാത്രമൊക്കെ കാലിയായി. ചായ പീടി. അതെ, ചെരുപ്പ് വരെ ജസ്റ്റിസ് കോസ്റ്റ്. അങ്ങനെ പോയി ഓരോരോ ആക്ടിവിറ്റീസ് ആണൊക്കെ തിക്കുത്തി എന്താണ്. ചായ എങ്ങനെയുണ്ട്? ചായ അടിപൊളിയാവും, നല്ല സ്ട്രോങ് ചെയ്യാം. അറിയാത്ത ഗെയിം കളിച്ച് തോക്കാൻ പോകുന്നു. 8-2. ഞാൻ കളിക്കാൻ തുടങ്ങിയില്ല. അതിന് കള്ളക്കളി കളിച്ചിട്ടില്ലേ? കള്ളക്കളി കളിച്ചിട്ട് 8-3 അല്ല. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇതോടെ ഇത് വാ കണ്ടല്ലോ. 9-3. കള്ളക്കളി കളിച്ചായിരിക്കും ജയിക്കാൻ പറ്റും കേട്ടോ. ഇന്നത് കളി കഴിഞ്ഞിട്ട് മതി. ഞാൻ ഓക്കെ. ഞാൻ ജയിച്ചു. ഓ ഷിറ്റ്. ഞാൻ ജയിച്ചു. കള്ളക്കളി കളിച്ചാലേ ജയിക്കാൻ പറ്റില്ല കേട്ടോ, മനസ്സിലായോ? എന്നിങ്ങനെ അലമ്പലുക്കിൽ കണ്ടിട്ട് ആരും പേടിക്കണ്ട. പണിയെടുത്തോണ്ടിരുന്നു. വർക്കിംഗ് വുമൺ. ഞങ്ങൾ ട്രിപ്പൊക്കെ കഴിഞ്ഞത് ഇറങ്ങി. ഞങ്ങൾ അവിടെ നിന്ന് റിസോർട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. റിലാക്സേഷൻ കഴിഞ്ഞിട്ടുള്ള ട്രിപ്പാണെങ്കിലും നല്ല ക്ഷീണമുണ്ട്. അതിന്റെ ട്രിപ്പ് കഴിഞ്ഞതിന്റെ സങ്കടമാണോ എന്ന് അറിഞ്ഞോടാ. മൊത്തത്തിലൊരു മൂഡ് പോയ അവസ്ഥ. പണിയെടുക്കണതിന്റെ സങ്കടമാണെന്ന് അറിയില്ല. അതെ, അത് അറിഞ്ഞൂടാ. എനിക്കാണെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ ലാപ്ടോപ്പ് നോക്കിയാൽ തലവേദന വരും. പക്ഷെ എന്ത് ചെയ്തേ പറ്റും, ചെയ്ത് തീർക്കണം. പിന്നെ എനിക്കൂലെന്താ പറയാനുള്ളേ? ഒന്നുമില്ല. അപ്പൊ ഓക്കെ ബൈ. ഞങ്ങൾ എപ്പോഴും കൺക്ലൂഷൻ ഇടാറില്ല, അതുകൊണ്ട് പ്രാവശ്യം കൺക്ലൂഷൻ ഇടണം ഞങ്ങൾ ഓർമ്മിച്ചു. അതുകൊണ്ട് ബൈ, ലവ് യു.